എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇന്ന് രാത്രി നടക്കാൻ പോകുന്ന ബിഗ് ബോസ് അഗ്നിപരീക്ഷയുടെ പുതിയ എപ്പിസോഡിനെ കുറിച്ചാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഗെയിം പറഞ്ഞു വെച്ചാൽ ഫുഡ് റിയാക്ഷൻ എക്സ്പ്രഷൻ ഗെയിമാണ്. ഇത് ഞാനിട്ട പേരാട്ടോ, എനിക്കറിയില്ല ഗെയിമിൻ്റെ പേരെന്താണെന്ന്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അറിയില്ല, കഴിഞ്ഞ എപ്പിസോഡിൽ ഈ ഗെയിം ഉണ്ടായിരുന്നു. ഒരു ടീം ഓരോ ഭക്ഷണങ്ങൾ ടേസ്റ്റ് ചെയ്യും, അവരുടെ എക്സ്പ്രഷൻ വെച്ചിട്ട് മറ്റേ ടീം കണ്ടുപിടിക്കണം അത് എം ആണോ എക്കാണോ. അടിപൊളി ഗെയിമായിരുന്നു, എല്ലാവരും നന്നായി പെർഫോം ചെയ്തു, പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്നത്തെ ഗെയിമിൽ അവർ 4 ടീമാക്കി. അപ്പോൾ ആ 4 ടീമിലും ലീഡേഴ്സ് വേണ്ടേ. അപ്പോൾ ഈ ലീഡേഴ്സാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പെൻഡകം കിട്ടിയ 4 ആൾക്കാരില്ലേ, ഒന്ന് ഷിജു, ഷിജിൻ, പിന്നെ പ്രണവ്, രഞ്ജന. അപ്പോൾ ഇവർ 4 ആൾക്കാരാണ് ടീമിൻ്റെ ലീഡേഴ്സ്. അപ്പോൾ ഇവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെയാണ് ഇവർ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുക. ഇവരാണ് വിളിക്കുക, ആരൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ 4 ആൾക്കാർ വിളിക്കും. അപ്പോൾ അങ്ങനെ ഇവരെ 4 ടീമാക്കി. അപ്പോൾ ആ 4 ടീമിനും ഓരോ പേര് കൊടുക്കും. ടീം ബി, ടീം ഡി, ടീം എ, ടീം സി, അങ്ങനെ 4 പേര് കൊടുക്കും. ആര് ആദ്യം കളിക്കണം കണ്ടുപിടിക്കണത് ഡേയ്സ് ഇട്ടിട്ടാണ്. അപ്പോൾ ആദ്യം ഡേയ്സ് ഇട്ടപ്പോൾ വന്നത് ടീം ബി ആണ്. അപ്പോൾ അതിൻ്റെ എതിരായിട്ട് ഒരാളും കൂടെ വേണ്ടേ, അങ്ങനെ വന്നതാണ് ടീം ഡി. അപ്പോൾ ഇവർ രണ്ടുപേരുമാണ് ആദ്യം കളിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ 2 ടീമും കട്ടക്കിട്ടോ മത്സരിച്ചിരുന്നു. പക്ഷെ ഒരു ടീമിനല്ലേ ജയിക്കാൻ പറ്റും, അതുകൊണ്ട് ടീം ബി ആണ് ജയിച്ചത്. ടീം ഡിയും മോശമൊന്നുമല്ല, അവർ നന്നായിട്ട് പെർഫോം ഒക്കെ ചെയ്തു. പക്ഷെ ടീം ബി ആണ് ജയിച്ചത്. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിൽ ഇവരെല്ലാവരും കൂടെ നല്ല തുള്ളിച്ചാട്ടലും ആഹ്ലാദമൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ലീഡറിൻ്റെ പെൻഡകം താഴെ ഇങ്ങോട്ട് വീണു. അപ്പോൾ താഴെ വീണു വെച്ചാൽ ഇമ്മ്യൂണിറ്റി പവർ പോവില്ലേ, ജഡ്ജിമാർ ഇമ്മ്യൂണിറ്റി പവർ എടുത്ത് കളയാൻ നിന്നു. പക്ഷെ എന്നാലും ഒരു ചാൻസും കൂടെ ഈ ടീമിന് കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഈ തോറ്റ ടീമിലെ ആൾക്കാരില്ലേ, അതിലെ 4 പേര് ഔട്ട് ഹൗസിലേക്ക് പോയി. അതിലൊന്ന് സോന, നന്ദകിഷോർ, ജെട്ടി, ഷാനു, ഇവർ 4 പേരാണ് ഔട്ട് ഹൗസിലേക്ക് പോയത്. അങ്ങനെ പ്രണവിൻ്റെയും രഞ്ജനയുടെയും ടീം വന്നു. ഇവർ 2 പേരും കട്ടക്കായിട്ടോ മത്സരിച്ചിരുന്നു. പ്രണവിൻ്റെ ടീം ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ രഞ്ജനയുടെ ടീം കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അപ്പോൾ പ്രണവിൻ്റെ ടീം ജയിച്ചു. പക്ഷേ രഞ്ജനയുടെ ടീം ഫുഡ് കഴിക്കുമ്പോൾ പ്രണവിൻ്റെ ടീമിന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഇവർ 2 പേർക്കും ഈക്വൽ മാർക്കായി. അപ്പം അങ്ങനെ 2 ടീമും ഈക്വൽ മാർക്കാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് 2 കയറ് കൊണ്ടുവന്നിട്ട് 2 ടീമിൽ നിന്നും ഓരോ ആൾക്കാർ വീതം വിളിച്ചു. അപ്പോൾ ഈ 2 ആൾക്കാരും നല്ല ടൈറ്റായിട്ട് കയറ് കെട്ടും, എന്നിട്ട് അത് എക്സ്ചേഞ്ച് ചെയ്യും. എന്നിട്ട് ആദ്യം ആരഴിക്കണോ അവരാണ് ഈ ടീമിൻ്റെ വിന്നർ. അങ്ങനെ നമ്മുടെ ടീം എ, പ്രണവിൻ്റെ ടീമാണ് ജയിച്ചിരിക്കുന്നത്. ഈ ടീമിൽ നിന്ന് 4 പേര് ഔട്ട് ഹൗസിലേക്ക് പോകണമല്ലോ. അപ്പോൾ ആ 4 പേരാണ്, ഒന്ന് ഷാമോന്, വർഷ, സ്റ്റിനിയ, പ്രണവ്. ഇവർ 4 പേരാണ് ഔട്ട് ഹൗസിലേക്ക് പോയത്. ഇപ്പോൾ ടോട്ടൽ 8 പേരായി. പോരാത്തതിന് ഈ ജയിച്ച 2 ടീമിലെ ലീഡർമാരില്ലേ, അവർക്ക് വേറെ 2 ആൾക്കാരെ സെലക്ട് ചെയ്യുക. അങ്ങനെ ടോട്ടൽ ഇപ്പോൾ 10 പേരാണ് നമ്മുടെ ഡേഞ്ചർ സോണിലുള്ളത്. അപ്പോൾ ജഡ്ജിമാരാണല്ലോ ആരൊക്കെ വിറ്റായി പോകണം, ആരൊക്കെ സെലക്ട് ചെയ്യുന്നത് തീരുമാനിക്കുന്നത് ജഡ്ജിമാരല്ലേ. അതിൽ എഞ്ചിനീയർ ഹരിദാസ് വന്നിട്ട് 2 ഫീമെയിൽസിനെ സെലക്ട് ചെയ്തു. അതിലൊന്ന് സോനയാണ്, ഒന്ന് ആരാന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. പിന്നെ മാരാറ് അടിപൊളിയാട്ടോ. മാരാറ് വന്നിട്ട് മറ്റേ ഷിജിനി, ഷാമോനി സേവ് ചെയ്തു. കാരണം അവർ 2 പേരും നല്ല ഗുഡ് പ്ലെയറാണ്. എനിക്ക് തോന്നിയിരുന്നു അവർ 2 പേരും എവിറ്റായി പോകരുത് എന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേപോലെ മാരാറ് അവർ 2 പേരും സേവ് ചെയ്തു. പിന്നെ റിയാസ് വന്നിട്ട് പ്രണവിനെ ചെയ്തു. പ്രണവ് അത്യാവശ്യം നല്ല പ്ലെയറാണ്. പിന്നെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, ആ പെൺകുട്ടിയുടെ പേര് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. അപ്പോൾ ഇന്ന് എലിമിനേറ്റ് ആയ 4 ആൾക്കാരാണ്. ഒന്ന് നന്ദകിഷോർ, സ്റ്റിനിയ, ഷാനോൻ, വർഷ. ഇവർ 4 പേരാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ എലിമിനേറ്റ് ആയിപ്പോയ 4 ആൾക്കാർ എന്തായാലും ഔട്ടാവേണ്ട ആൾക്കാർ തന്നെ ആയിരുന്നു കേട്ടോ. കാരണം അവർ അങ്ങനെ ആക്റ്റീവ് ഒന്നും ആയിരുന്നില്ല എന്നാണ് കേട്ടോ എൻ്റെ അഭിപ്രായം. എന്തായാലും ജഡ്ജസ് എടുത്ത തീരുമാനം എന്തായാലും കറക്റ്റായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ ബിഗ് ബോസിൻ്റെ വിശേഷം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. ബൈ.